സ്റ്റേ അവേ ഫ്രം ഫേക്ക് ലവ്. എല്ലാവരുടെ ലൈഫിലും ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ എല്ലാവരുടെ ലൈഫിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന്. എല്ലാവരും ഒരിക്കലെങ്കിലും ഒരു സ്നേഹത്തിൻ്റെ ചതി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ? അതെ, എല്ലാവരുടെ ലൈഫിലും അതുണ്ടാവും. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഫേക്ക് ലവിനെ കുറിച്ചാണ്. നമ്മുടേത് വളരെ നന്നായിട്ട് പെരുമാറി, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, നിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചതിക്കാനുള്ള എല്ലാ പ്ലാനും തയ്യാറാക്കുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഫേക്ക് ലവ് പ്രകടിപ്പിക്കുന്നത്. അവർ നമ്മുടെ മുന്നിൽ വളരെ സ്നേഹമായിട്ട് പെരുമാറും. അവരില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പോലും പറ്റില്ല എന്ന അവസ്ഥയിൽ നമ്മളെ കൊണ്ട് എത്തിക്കും. നമ്മൾക്ക് ഒരുപാട് സ്നേഹം തരുന്ന പോലെ കാണിക്കും. പക്ഷേ നമ്മളില്ലാത്ത സമയത്ത് നമ്മളെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയുകയും നമ്മുടെ പിറകിൽ നിന്ന് നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്ലാനുകളും ഇവരുണ്ടാക്കും. അങ്ങനെയുള്ളവരാണ് ഫേക്ക് ലവ് പ്രകടിപ്പിക്കുന്നവർ. മുന്നിൽ വളരെ നന്നായിട്ടും സ്നേഹത്തോടെയും പെരുമാറി പിറകിൽ നിന്ന് നമ്മളെ ദ്രോഹിക്കുകയും നമ്മളെ ചതിക്കുകയും നമ്മളെ തകർക്കാനുള്ള പ്ലാൻ ചെയ്യുകയും ഇവർ ചെയ്യും. ഇങ്ങനെയുള്ളവരെ എങ്ങനെ തിരിച്ചറിയാം, എങ്ങനെ മാറ്റി നിർത്താമെന്ന് പറയുന്നത് ഭയങ്കര വലിയ ടാസ്ക്കാണ്. കാരണം ഇവരെ നമുക്ക് കണ്ടുപിടിക്കാനേ പറ്റില്ല. ഇവർ നമ്മളെ ഉപദേശിക്കുന്നു, നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നിനക്ക് വേണ്ടി, നിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ നല്ല നല്ല വാക്കുകൾ ഇവർ നമ്മളോട് പറയും. പക്ഷെ ഇതെല്ലാം ഒരു ട്രാപ്പാണ്. ഇവർ നമ്മളെ മറ്റുള്ളവരുടെ മുൻപിൽ എങ്ങനെ അപകീർത്തിപ്പെടുത്താം, എങ്ങനെ നമ്മളെ മോശക്കാരിയാക്കാം എന്ന വ്യക്തമായ പ്ലാനോട് കൂടിയായിരിക്കും ഇവരെല്ലാം ചെയ്യുന്നത്. ഇവർ ഫസ്റ്റ് ചെയ്തെടുക്കുന്നത് നമ്മുടെ വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളതാണ്. അവർ കുറേ നുണകൾ മെനഞ്ഞ് അവരെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവരോടുള്ള സ്നേഹം അവർ പിടിച്ചെടുക്കും. അതിനുശേഷമായിരിക്കും അവർ ചതിക്കാൻ തുടങ്ങുക. ഇങ്ങനെ ചതിക്കുന്നതിലൂടെ അവർക്ക് എന്താ ലാഭം എന്ന് ചോദിച്ചാൽ സത്യത്തിൽ എനിക്കറിയില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ മാനസികാവസ്ഥയാണെന്ന് തോന്നുന്നു. കാരണം അതായത് എന്നെക്കാളും ഒരാൾ നന്നാവാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ കാരണം ഇയാൾ നന്നാവാൻ പാടില്ല എന്ന ചിന്തയുള്ളവരായിരിക്കും അധികം ഇങ്ങനെ ചെയ്യുന്നവർ. അവർ പക്ഷെ ഒരുപാട് സ്നേഹം അഭിനയിച്ച് ഒരാളെ പറ്റിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്ക് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ അയാളെ ഇഷ്ടമല്ല, ഓക്കെ, എനിക്ക് നിൻ്റെ സ്വഭാവം ഇഷ്ടമല്ല, നിന്നോട് പെരുമാറുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് നല്ലത്. പക്ഷെ കൂടെ നിന്ന് ഓരോ കള്ളങ്ങൾ പറഞ്ഞ് സ്നേഹം അഭിനയിച്ച് ചതിക്കുന്നത് വളരെ ക്രൂവലായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫേക്ക് ലവ് നിങ്ങളും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.